വാപ്പയെ പകരം നൽകാനാവില്ലല്ലോ, പക്ഷേ ഞാനവന് വീട് നൽകാം. റൊണാൾഡോ എന്ന ഫുട്ബോൾ താരം റാബി ഷഹീൻ എന്ന തുർക്കി സിറിയ ഭൂകമ്പത്തിൽ പിതാവിനെ നഷ്ടപ്പെട്ട് അനാഥമായ കുഞ്ഞിന് വീട് വെച്ച് നൽകാൻ തീരുമാനിച്ച വാർത്ത ആഗോളതലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും വൈറലായി. അതെ, വേറിട്ടൊരു സാന്ത്വനം. ഇത്തരം സ്നേഹസേവന പ്രവർത്തനങ്ങൾക്ക് എന്നും മാതൃകയായിരുന്ന റൊണാൾഡോ ആണ് റാബി ഷഹീൻ എന്ന കുഞ്ഞിന് വീട് വെച്ച് നൽകാനുള്ള ഉറച്ച തീരുമാനം അറിയിച്ചത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. തുർക്കി സിറിയ പ്രദേശങ്ങളിലുണ്ടായ ഭൂകമ്പം വലിയ കണ്ണീരണിയിച്ച വാർത്തയായി ലോകം മുഴുവൻ ഏറ്റെടുത്തതാണ്. അനേകായിരം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി. സിറിയയിലെ ഒരു ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന റാബി ഷഹീൻ എന്ന ബാലന്റെ ഒരു വീഡിയോ UAE മാധ്യമപ്രവർത്തകനായ അൽ മുസാക്കി എന്ന് പറഞ്ഞ ആൾ റെക്കോർഡ് ചെയ്തിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ആ നഷ്ടബോധത്തിന്റെ നടുവിൽ ക്യാമ്പിൽ കഴിഞ്ഞുകൂടുമ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ റൊണാൾഡോ എന്ന ഫുട്ബോളറെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളതാണ് ആഗ്രഹമെന്ന് ആ ബാലൻ അറിയിച്ചു. ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം വലിയ വാർത്തയാവുകയും അത് സൗദി ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു സാന്ത്വനമെന്നോണം സൗദി ഭരണകൂടം റാബിൻ ഷഹീനെ അങ്ങ് സൗദി അറേബ്യയിൽ എത്തിക്കുകയായിരുന്നു. സൗദി അറേബ്യയിലെ അൽ നാസർ ക്ലബിന് വേണ്ടി കളിക്കുന്ന റൊണാൾഡോയെയാണ് റാബിൻ ഷഹീനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതിനുള്ള അവസരമൊരുക്കിയ സൗദി അറേബ്യ റാബിൻ ഷഹീൻ റൊണാൾഡോയെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തം വെച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അവന്റെ വാക്കുകളും ആ നിമിഷങ്ങളും കാണാം. إذا بتروح الملعب بتاخذ معك مين؟ امي وابي. بعد؟ ابي ميت بس. الله يرحمه ان شاء الله وان شاء الله. تعال 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 تعال. انت شو اسمك؟ ربيع شاهين. انت وين ساكن؟ انا بمسبح الشعب. وكيف جيت هني؟ كنت عم عبي ماي، بعدين شفت سيارات كثير اجوا لهون عم مدرسة حطي، قلت شوفي اجيت لهون، بعدين قابلتوني وتعرفت عليك. حبيبي انت الله يحفظك. الله ان شاء الله. يرزقكم يا رب. ان شاء الله ان شاء الله ان شاء الله تروح الملعب. زين؟ ان شاء الله يا رب العالمين. وخذ وياك اللي تبغي تاخذ معاك ان شاء الله. زين؟ وتسلم على رونالدو. اوكي؟ ويلبسك الفالينه. صح؟ يلا الله يوفقك ان شاء الله. انت لازم تصير سعوديه تشوف رونالدو هناك. اوكي؟ اوكي؟ يعني يتابعونا، ولدنا يحب النصر السعودي هني نحن في سوريا، وهذا البطل يبغى يشوف كريستيانو رونالدو. ما ندري يمكن في يوم من الايام نشوفك في الملعب وتزور رونالدو. يا رب. الله يحفظكم ان شاء الله. സമാനതകളില്ലാത്ത സ്നേഹപ്രകടനത്തിന് പകരമെന്നോണമാണ് റൊണാൾഡോ എന്ന ഫുട്ബോളർ റാബിൻ ഷഹീന് ഒരു വീട് വെച്ച് നൽകാനുള്ള സന്നദ്ധത അറിയിച്ചത്. റൊണാൾഡോ ഇപ്പോൾ മാത്രമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ പല സന്ദർഭങ്ങളിലും ഇതുപോലെ അശരണരും ആലംബഹീനരുമായ ധാരാളം മനുഷ്യർക്ക് തന്റെ വരുമാനത്തിൽ നിന്ന് നല്ലൊരു ശതമാനവും ചിലവഴിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സഹായം ഫലസ്തീനിലും അതുപോലെ തന്നെ വേദനിപ്പിക്കപ്പെടുന്ന പല പ്രദേശങ്ങളിലും അനാഥരായ മനുഷ്യർക്കുമൊക്കെ ലഭിക്കുകയുണ്ടായി. തന്റെ ജീവിതത്തിന്റെ അനാഥത്വവും പ്രാരാബ്ധവുമാണ് ഇത്തരം സേവനങ്ങൾ ചെയ്യാൻ തന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് റൊണാൾഡോ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. കഴിഞ്ഞ ലോകകപ്പിൽ നിറം മങ്ങിയ ഫോമോടുകൂടി വിടവാങ്ങിയ അദ്ദേഹം പിന്നീട് സൗദി അറേബ്യയിലെ അൽ നാസർ ക്ലബിനു വേണ്ടി നിറഞ്ഞു കളിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് റാബിൻ ഷഹീൻ എന്ന കൊച്ചുബാലന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത്തരം ഏറ്റവും സ്നേഹനിർഭരമായ ഒരു പ്രതികരണത്തിലൂടെ അതിന് മറുപടി നൽകിയത്. പലപ്പോഴും പണവും പ്രശസ്തിയുമൊക്കെ മനുഷ്യരെ മനുഷ്യരല്ലാതാക്കും എന്ന് പറയുന്ന കാലത്ത് എല്ലാ പ്രശസ്തിയുടെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഏറ്റവും സ്നേഹപൂർവ്വം സങ്കടപ്പെടുന്നവരോടൊപ്പം നിൽക്കാൻ കാണിക്കുന്ന മനസ്സ് റൊണാൾഡോയെ ഫുട്ബോൾ ലോകത്ത് വേറിട്ട് നിർത്തുന്നു. റാബിൻ ഷഹീൻ എന്ന ചെറിയ ബാലന്റെ ആ ആഗ്രഹം ഒപ്പിയെടുത്ത അൽ മുസാക്കി എന്ന UAE മാധ്യമപ്രവർത്തകൻ നടത്തിയ ഏറ്റവും ഉജ്ജ്വലമായ ആ വാർത്താവതരണമാണ് ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്കും
അവനൊരു വീടുണ്ടാകുന്നതിനും കാരണമായി തീർന്നത്. കായിക വിനോദങ്ങളിൽ ഫോമിലാകാം, ഫോം ഔട്ടാകാം. പക്ഷേ മാനവികതയുടെ കാര്യത്തിൽ അവസാന ശ്വാസം വരെ മനസ്സുണ്ടെങ്കിൽ നിറഞ്ഞ ഫോമോടുകൂടി ഒരു മനുഷ്യന് നിലനിൽക്കാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് റൊണാൾഡോയുടെ ഈ ഏറ്റവും ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ.